എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അധികാരം 106 ഇരവു യാചന. ഉള്ളവരോട് അഭിമാനത്തിന് ക്ഷതമേൽക്കാത്ത വിധത്തിൽ യാചിക്കാം. അതിനെ വെറും യാചനയായി കണക്കാക്കേണ്ടതുമില്ല. അതുകൊണ്ട് കുടുംബം പുലർത്തുക എന്നൊരു ധർമ്മം നിറവേറ്റുവാൻ ഉദ്ദേശിക്കുന്നതിനാലും ധർമ്മസാധനമായിട്ടുള്ള ശരീരത്തെ നിലനിർത്തുവാൻ സാധിക്കുന്നതിനാലും യാചന പാപമല്ലെന്ന് പറയുന്നു. ദാരിദ്ര്യമാണല്ലോ ഒരാളെ യാചിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കുറൽ നമുക്ക് നോക്കാം. ഇരക്ക ഇരത്തക്കാർ കാണിറ് കരപ്പിൻ അവർ പഴി തമ്പഴി അൻഡു. ഇരക്ക ഇരത്തക്കാർ കാണിറ് കരപ്പിൻ അവർ പഴി തമ്പഴി അൻഡു. യാചിക്കാൻ പ്രാപ്തരോടൊഴിയുകിൽ അവരുടേതാപ്പഴി തന്നുടേതല്ല. യാചിക്കാൻ പ്രാപ്തരോട് ഒഴിയുകിൽ അവരുടേതാ പഴി തന്നുടേതല്ല. ഇരത്തക്കാർ യാചിക്കപ്പെടാൻ അർഹതയുള്ള സമ്പന്നന്മാരെ. കാണിൻ എന്ന് പറഞ്ഞാൽ കണ്ടാൽ. ഇരക്ക യാചിക്കാവുന്നതാണ്. ഇൻപം എന്ന് പറഞ്ഞാൽ സന്തോഷം. കരപ്പിൻ എന്ന് പറഞ്ഞാൽ ഒഴിയുകയാണെന്ന് വെച്ചാൽ. അവർ പഴി അവർക്ക് തന്നെയാണ് പഴിയുണ്ടാകുന്നത്. തമ്പഴി അൻഡു യാചിക്കുന്ന ആൾക്ക് അതുമൂലം പഴിയൊന്നും വരാനുമില്ല. അർഹരായ ആളുകളോട് യാചിക്കാം, അതിൽ തെറ്റില്ല. മനഃപൂർവ്വം അവർ അത് ദാനം ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്ന പക്ഷം അതിൻ്റെ പാപവും പഴിയും അവർക്ക് മാത്രമുള്ളതാണ്. ചോദിക്കുന്ന ആളിന് ആ പാപത്തിൽ യാതൊരു പങ്കുമില്ല. അത് കൊടുക്കാതെ ഒഴിഞ്ഞു മാറിയ ആൾക്ക് തന്നെയാണ് ആ പാപത്തിൻ്റെ അർഹത. കഠിനമായ ജീവിത പ്രശ്നത്തിൻ്റെ പേരിൽ നിലനിൽപ്പിനു വേണ്ടി ആരെങ്കിലും വളരെ സമ്പന്നനായ ഒരാളെ സമീപിക്കുന്നു. തന്നാലാവുന്നത് അയാൾ കൊടുക്കാതെയും ഇരിക്കുന്നു. പുണ്യകർമ്മം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു. ഇവിടെ യാചിക്കുന്നവനാണ് ശരിക്കും ദാതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുന്നത്. കാരണം ദാനം ചെയ്ത് പുണ്യം സമ്പാദിക്കാനുള്ള ഒരവസരം ഇയാൾ അങ്ങോട്ട് ചെന്ന് കൊടുക്കുകയാണ് ആ യാചിക്കുന്നതിലൂടെ. ആ അവസരം നഷ്ടപ്പെടുത്തുന്ന പക്ഷം പാപവും പഴിയും ഏൽക്കുന്നത് അത് യാചിക്കുന്നവനല്ല, അത് കൊടുക്കാതിരിക്കുന്നവന് തന്നെയാണ്. ആ സമ്പന്നന് തന്നെയാണ് അതിൻ്റെ പാപവും പഴിയും എന്നാണ് പറയുന്നത്. നമുക്ക് അർഹരായിട്ടുള്ള സാമ്പത്തികമായിട്ട് നമ്മൾക്ക് എന്താ ആവശ്യം ഉള്ളതെന്ന് വെച്ചാൽ അത് ധാരാളമായി കൈവശമുള്ള ഒരാളുടെ അടുത്ത് നിന്നിട്ട് നമുക്ക് യാചിക്കാം, അതിൽ തെറ്റില്ല. മനഃപൂർവ്വം ദാനം ചെയ്യാതെ അയാൾ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ അതിൻ്റെ പാപവും കുറ്റമൊക്കെ ആ ഒഴിഞ്ഞു മാറിയ ആൾക്ക് തന്നെയാണ്, യാചിച്ച ആൾക്കല്ല. അപ്പോൾ ഒരു ജീവിത പ്രശ്നത്തിൻ്റെ പേരിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഒരു സമ്പന്നനായ ആളെ അടുത്ത് നിന്ന് യാചിക്കുന്നത്. അയാളത് കൊടുക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ പുണ്യകർമ്മം ചെയ്യാനുള്ള ഒരു അവസരമാണ് അയാൾ നഷ്ടപ്പെടുത്തുന്നത്. ഈ യാചിക്കുന്ന ആൾ അങ്ങോട്ട് ചെന്നൊരു അവസരം കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ദാനം കൊടുക്കുക എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഒരാൾ അങ്ങോട്ട് ചെന്ന് അയാൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്ന ഒരാൾ എന്താ ചെയ്യണത്? അയാൾക്ക് അങ്ങോട്ട് വരുന്ന ഒരു അവസരം, ഒരു പുണ്യകർമ്മം ചെയ്യാനുള്ള ഒരു അവസരമാണ് അയാൾ നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. അത് നഷ്ടപ്പെടുത്തുന്നതിൻ്റെ എല്ലാ കുറ്റവും തെറ്റും പാപവും ഒക്കെ ഈ സമ്പന്നന് മാത്രമാണ്. ഇൻപം ഒരുവർ കിരത്തൽ ഇരന്തവൈ തുൻപം ഉറാ വരിൻ. ഇൻപം ഒരുവർ കിരത്തൽ ഇരന്തവൈ തുൻപം ഉറാ വരിൻ. ഇൻപം ഇരക്കലും ചോദിച്ച വസ്തുക്കൾ തുമ്പമില്ലാതെ കൈവന്നാൽ. ഇൻപം ഇരക്കലും ചോദിച്ച വസ്തുക്കൾ തുമ്പമില്ലാതെ കൈവന്നാൽ. ഒരു വർഗ് എന്ന് പറഞ്ഞാൽ ഒരുത്തന്, ഇരത്തൽ എന്ന് പറഞ്ഞാൽ യാചിക്കലും, ഇൻപം എന്ന് പറഞ്ഞാൽ സുഖപ്രദം തന്നെ. ഇരന്തവൈ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വസ്തുക്കളാണോ യാചിച്ചത് അവ. തുൻപം ഉറാ എന്ന് പറഞ്ഞാൽ തടസ്സമോ ദുഃഖമോ ഒന്നും ഉണ്ടാക്കാതെ അനായാസമായി. വരിൻ എന്ന് പറഞ്ഞാൽ ലഭിക്കുകയാണെങ്കിൽ. ഒരാൾ ആവശ്യപ്പെടുന്ന വസ്തു അത് ദാനം ചെയ്യുന്നയാളിന് ബുദ്ധിമുട്ടോ മനക്ലേശമോ സമ്മതമില്ലായ്മയാലുള്ള അസ്വാസ്ഥ്യമോ ഒന്നും ഉണ്ടാക്കാതെ അനായാസമായി ലഭിക്കുമെന്ന് വരികിൽ യാചിക്കലും സുഖപ്രദമാണ് എന്ന് പറയാം എന്നാണ് പറയുന്നത്. ഒരാളിപ്പോൾ അയാളുടെ ബുദ്ധിമുട്ടുകളെ കൊണ്ട്, ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട്, കുടുംബം സംരക്ഷിക്കാനുള്ള പ്രയാസം കൊണ്ടൊക്കെ ഒരു സമ്പന്നൻ്റെ അടുത്ത് നിന്ന് യാചിക്കുകയാണെങ്കിൽ ഈ സമ്പന്നന് അത് ഒരു ബുദ്ധിമുട്ടോ മനസ്സിനൊരു വിഷമോ അസ്വസ്ഥതയോ
ഒന്നും ഇല്ലാതെ അത് അനായാസമായിട്ട് യാചിക്കുന്ന ആൾക്ക് അയാൾ ആവശ്യപ്പെട്ടത് കൊടുക്കുകയാണെങ്കിൽ ഈ യാചിക്കൽ സുഖപ്രദമാണ് എന്നാണ് പറയുന്നത് ഇല്ലാത്തവർക്ക്. കരപ്പില നെഞ്ചിറ് കടനറിവാർ മുന്നിന്തിരപ്പുമോർ ഏർ ഉടൈത്തു. കരപ്പില നെഞ്ചിറ് കടനറിവാർ മുന്നിന്തിരപ്പുമോർ ഏർ ഉടൈത്തു. കപടമില്ല ദാനധർമ്മിഷ്ഠൻ തൻ മുന്നിൽ കൈനീട്ടി നിൽപ്പതും ഒരഴകാം. കപടമില്ല ദാനധർമ്മിഷ്ഠൻ തൻ മുന്നിൽ കൈനീട്ടി നിൽപ്പതും ഒരഴകാം. കരപ്പില എന്ന് പറഞ്ഞാൽ ഒളിവും കപടതയൊന്നുമില്ലാതെ, നെഞ്ചിറ് ഹൃദയമുള്ള, കടനറിവാർ മുൻ അഭിമാനികളായ ധർമ്മിഷ്ഠന്മാരുടെ മുന്നിൽ, നിൻഡു കൈനീട്ടി നിന്ന്, ഇരപ്പും എന്ന് പറഞ്ഞാൽ യാചിക്കുന്നതും, ഓർ ഏർ എന്ന് പറഞ്ഞാൽ ഒരഴക്, ഉടൈത്തു ഉള്ളതു തന്നെ. സമ്പന്നരും ധർമ്മിഷ്ഠരും ദാനശീലരുമായിട്ടുള്ള ഉദാരമതികളുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി നിൽക്കുക എന്നുള്ളതും ഒരഴക് തന്നെയാണ്. കാരണം ആ യാചന രണ്ടു കൂട്ടരെയും ഒപ്പം ധന്യരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യം കൊണ്ട് സമ്പന്നരും ധർമ്മിഷ്ഠരും ദാനശീലരും ആയിട്ടുള്ള അതുപോലെ തന്നെ ഉദാരമതികളും ആവണം അവരടുത്ത് ചെന്ന് കൈനീട്ടി നിൽക്കുക എന്നുള്ളത് ഒരു അഴക് തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം രണ്ടു കൂട്ടരെയും ഒപ്പം ധന്യരാക്കാണ് യാചന. എന്താ വെച്ചാൽ ഈ സമ്പന്നന് ഒരു പുണ്യകർമ്മം ചെയ്യാനുള്ളൊരു അവസരം അങ്ങോട്ട് ചെന്ന് ഈ യാചിക്കുന്ന ആൾ കൊടുക്കുന്നു. ഈ യാചിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പന്നൻ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയാണെങ്കിൽ ഇവർക്കും ഈ യാചിക്കുന്ന ആൾക്കും സന്തോഷമാവുന്നു. അപ്പോൾ അത് രണ്ടു കൂട്ടരെയും ധന്യരാക്കുന്നു. ഇരത്തലും ഈതലേ പോലും കരത്തൽ കനവിലും തേറ്റാതാർ മാട്ടു. ഇരത്തലും ഈതലേ പോലും കരത്തൽ കനവിലും തേറ്റാതാർ മാട്ടു. യാചനയും ദാനതുല്യമാം സ്വപ്നേബി ലോഭമില്ലാത്തോർ തൻ മുന്നിൽ. യാചനയും ദാനതുല്യമാം സ്വപ്നേബി ലോഭമില്ലാത്തോർ തൻ മുന്നിൽ. കരത്തൽ എന്ന് പറഞ്ഞാൽ ഒളിക്കുക എന്ന കാര്യം, കനവിലും സ്വപ്നത്തിൽ പോലും, തേറ്റാതാർ മാട്ടു ചിന്തിക്കാത്ത, ഇരത്തലും യാചിക്കുന്നതിലും, ഈതലേ പോലും ദാനം ചെയ്യുന്നത് പോലെ, പിശുക്ക് എന്തെന്ന് സ്വപ്നത്തിൽ പോലും അറിയാത്ത ഉദാരമതികളുടെ മുന്നിൽ ചെന്ന് യാചിക്കുന്നതും താൻ തന്നെ ദാനം ചെയ്യുന്നത് പോലെ ധന്യമാണ്. കാരണം ദാനം ചെയ്തേ മതിയാവൂ എന്നുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നതിലൂടെ അവർക്ക് അതിനുള്ള സന്ദർഭം അങ്ങോട്ട് കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ പിശുക്കില്ലാത്തവർ, അവനവൻ്റെ കയ്യിലുള്ളത് ഇല്ല എന്ന് പറഞ്ഞ് മറച്ചു വയ്ക്കാത്ത, വളരെ ഉദാരമതികളും ധർമ്മിഷ്ഠരുമായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് ദാനം ചോദിക്കുന്നത്, അതായത് യാചിക്കുന്നത് വളരെ ധന്യമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ യാചിക്കുന്ന ആൾ അവർക്ക് ഒരവസരം സന്ദർഭം അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണല്ലോ. അതുകൊണ്ട് അത് ഒരു ധന്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. കരപ്പിലാർ വയ്യകത്തുണ്മയ്യാറ് കണ്ണിന്തിരപ്പവർ മേറുകൊൾവതു. കരപ്പിലാർ വയ്യകത്തുണ്മയ്യാറ് കണ്ണിന്തിരപ്പവർ മേറുകൊൾവതു. ഒളിക്കാതെ നൽകുവോരുലകിലുണ്ടതു അതുകൊണ്ടിരക്കുന്നു നിസ്വർ കൺമുന്നിൽ. ഒളിക്കാതെ നൽകുവോരുലകിലുണ്ടതുകൊണ്ടു ഇരക്കുന്നു നിസ്വർ കൺമുന്നിൽ. കൺമുമ്പിൽ നിന്ന്, ഇരപ്പവർ യാചിക്കുന്നവർ, കരപ്പിലാർ ഒളിക്കാതെ ദാനം ചെയ്യുന്നവർ, വയ്യകത്ത് ലോകത്തിൽ, ഉണ്മയ്യാറ് ഉണ്ടല്ലോ എന്ന സത്യം കൊണ്ടാണ്, ഉദാരമായിട്ട് ദാനം ചെയ്യുന്നവർ ലോകത്തിലുള്ളതുകൊണ്ട് യാചകന്മാർ നിലനിൽപ്പിനു വേണ്ടി അവരുടെ മുന്നിലെത്തുന്നു. ദാനത്തിലൂടെ ദാതാവും സ്വീകാരത്തിലൂടെ അർത്ഥിയും ചരിതാർത്ഥരാവുകയും ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ വേറൊരു തരത്തിൽ പറയുന്നത്, ഉദാരമായിട്ട് ദാനം ചെയ്യുന്നവർ ഈ ലോകത്തിൽ ഉള്ളതുകൊണ്ട് യാചകന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഈ ഉദാരമതികളായ ആളുകളുടെ മുമ്പിലെത്തുന്നു. അപ്പോൾ അവർ ദാനം കൊടുക്കുമ്പോൾ ദാനത്തിലൂടെ ആ കൊടുക്കുന്ന ആളും അത് സ്വീകരിക്കുന്നതിലൂടെ യാചകനും ഒരുപോലെ ചരിതാർത്ഥരാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അധ്യായത്തിലെ 5 പൊരുളുകൾ കഴിഞ്ഞു. ബാക്കി നമുക്ക് നാളെ നോക്കാം. നന്ദി.